നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന സീരീസിലെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ. ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ മെഡിറ്റേഷൻ തുടങ്ങാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റം, ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സിസ്റ്റം ഒരു മോഡിഫൈഡ് രാജയോഗ സിസ്റ്റം ആണ് എന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. പരമ്പരാഗതമായിട്ടുള്ള രാജയോഗ സമ്പ്രദായങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് സഹജമാർഗത്തിൽ സ്പിരിച്വൽ ട്രെയിനിങ് നൽകുന്നത്. ആദ്യം തന്നെ ആ പൂർണ്ണമായിട്ടുള്ള ആ എസൻസ് അതിലേക്ക് നമ്മൾ കണക്റ്റ് ചെയ്യപ്പെടുന്നു. അതിനാണ് പ്രാണാഹുതി എന്ന് പറയുന്നത്. എപ്പോഴും ആ സെൻറ്ററിൽ നിലകൊള്ളുന്ന ഒരു ലിവിങ് മാസ്റ്റർ നമ്മുടെ സഹജമാർഗ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാസ്റ്ററാണ് സഹജമാർഗത്തിൻ്റെ ഫൗണ്ടേഷൻ. മാസ്റ്റർ ഇല്ലെങ്കിൽ സഹജമാർഗമില്ല. മാസ്റ്റർ തൻ്റെ തന്നെ എസൻസ് നമ്മളിലേക്ക് തരികയാണ്. അപ്പോൾ ധ്യാനം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് വേർഡിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്ന് ഇപ്പോഴത്തെ ലിവിങ് മാസ്റ്ററായിട്ടുള്ള ദാജി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ധീയിലുള്ള യാനം. അപ്പോൾ ധീ എന്ന് പറയുമ്പോൾ തന്നെ ഡിവൈൻ ഇൻ്റലിജൻസ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ ഭൂമിയിൽ ഉപയോഗിക്കുന്ന നോളജ് അത് ഇവിടെ നിന്നുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് എന്നുള്ള നോളജാണ്. നമുക്കുണ്ടായതും നമ്മുടെ പൂർവികർക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ്, ഒന്നുകിൽ ഡയറക്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പുസ്തകങ്ങളിലൂടെ വായിച്ചത് കേട്ടറിഞ്ഞ എക്സ്പീരിയൻസസ്, അത് നമ്മൾ വിശ്വസിക്കുന്നു, ഇവിടെ ജീവിക്കുന്നു. നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്. അതിനോട് കണക്ട് ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഡിവൈനായിട്ടുള്ള വിസ്ഡം ഈ നോളജിലേക്ക് എല്ലാം നൽകുന്നതാണ്.
സീഡാണ്. അവിടെ നിന്ന് കാലാകാലങ്ങളായിട്ട് ഹയർ അപ്രോച്ചുള്ള മാസ്റ്റേഴ്സിന്, അതൊരു സയൻറ്റിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഋഷിമാരാവും, മുനിമാരാവും, എല്ലാം യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ള വ്യക്തിത്വങ്ങളാണ്. അവരിലേക്ക് ഹയർ ലെവലിലുള്ള റെവലേഷൻസ് നൽകപ്പെടുകയാണ്. അപ്പോൾ ആ റെവലേഷൻസ് നമുക്ക് ലഭിക്കുമ്പോൾ അത് ഈ നോളജിൻ്റെ, ഇതുവരെ ഉള്ള നോളജിൻ്റെ ആ ആകത്തേക്ക് പിന്നെയും കൂടുതൽ നൽകുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയുന്നു എന്ന് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ പഴയ ജനറേഷനിലെ ആൾക്കാർ, അവരെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, നോളജ് ഉണ്ട്. പക്ഷെ അതുകൊണ്ട് അവർ സ്പിരിച്വലി ഉയർന്നു എന്ന് അർത്ഥമാവുന്നില്ല. ഈ കാലത്തിൽ അത് ആവശ്യമാണ്. ഇപ്പോൾ കുട്ടി സ്കൂളിൽ പഠിക്കുമ്പോൾ 1ാം ക്ലാസ്സിൽ നിന്ന് ഉയരുമ്പോൾ ഓരോരോ ക്ലാസ്സിൽ അതിൻ്റേതായിട്ടുള്ള പുസ്തകങ്ങൾ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മനുഷ്യരാശി പുരോഗമിക്കുമ്പോൾ അതാത് കാലത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ വേണം. അത് ഉപയോഗിച്ച് വളരണം. എങ്ങോട്ടാണ് വളരേണ്ടത്? യഥാർത്ഥത്തിൽ ആ ധീയിലേക്ക് കണക്ട് ചെയ്യണം. ഇപ്പോൾ സഹജമാർഗത്തിൽ അത് ആദ്യം തന്നെ നൽകുന്നു. ധ്യാനമാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്താലേ അറിയുള്ളൂ. കണ്ണടച്ചിരുന്നിട്ട് ഹൃദയത്തിൽ ദിവ്യപ്രകാശം സങ്കല്പിച്ച് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നു. അതും ഒരു ഇൻട്രൊഡക്ടറി സിറ്റിങ്സ് എടുക്കുക. അത് തമ്മിൽ ഉള്ള വ്യത്യാസം അത് എടുത്താൽ തന്നെ അറിയുള്ളൂ. ട്രാൻസ്മിഷനോടുകൂടി മെഡിറ്റേഷൻ ചെയ്യുക, അതിൻ്റെ അനുഭവം ചെയ്താൽ തന്നെ അറിയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം തന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് സഹജമാർഗ സിസ്റ്റത്തിലേക്ക്. അപ്പോൾ അത് നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഈ ഡയമെൻഷൻസിനെല്ലാം ട്രാൻസെൻഡ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ആ കേന്ദ്രവുമായിട്ട് കണക്റ്റഡ് ആവുകയാണ്. എല്ലാം ഉദ്ഭവിക്കുന്ന ആ കേന്ദ്രം, അതാണ് ഡിവൈനായിട്ടുള്ള അബോർഡ്, പരംധാമം എന്നൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു. അപ്പോൾ ലിവിങ് മാസ്റ്റർ ആ പരംധാമത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ധ്യാനത്തിന് ശേഷം, ശരിക്കും ധ്യാനം കഴിഞ്ഞാൽ ഉടനെ സമാധിയിലേക്ക് എത്തും. സഹജമാർഗം സമാധിയിലാണ് തുടങ്ങുന്നത് എന്ന് സഹജമാർഗത്തിൻ്റെ ഗുരുനാഥനായിട്ട ചാരുജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ധ്യാനത്തിലൂടെ സമാധിയിലെത്തുന്നു. ആദി യൂണിവേഴ്സിൻ്റെ ക്രിയേഷന് മുമ്പുള്ള ആ ബാലൻസ്ഡ് സ്റ്റേറ്റ്, അതാണ് നമ്മുടെ മാസ്റ്ററുടെ ആ സ്റ്റേറ്റ്. എന്നിട്ട് അവിടെ നിന്നും ഈ ലോകത്തെ കാണുകയാണ്. നമ്മൾ ഇവിടെ നിന്നും ഈശ്വരനെ നോക്കുന്നതിന് പകരം നമ്മൾ ഡിവൈനായിട്ടുള്ള ആ തലത്തിൽ നിന്നുകൊണ്ട് ലോകത്തെ കാണുകയാണ്. അതാണ് സമാധിയിലെത്തിയുള്ള അനുഭവം. അതുകൊണ്ടാണ് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത് ഉടനെ തന്നെ കണ്ണ് തുറന്ന് നിങ്ങൾ സാധാരണ ജോലിക്ക് പ്രവേശിക്കല്ലേ, കുറച്ച് നേരം അവിടെ ഇരിക്കും. എങ്ങനെയാണ് ഡിവൈൻ മാസ്റ്റേഴ്സ് ഈ ലോകത്തെ കാണുന്നത്? ഈശ്വരന് ഈ ലോകത്തെ കാണാൻ പറ്റില്ല. ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഈശ്വരനെ ലോകത്തൊന്നും വ്യത്യസ്തമായിട്ട് ഒന്നും തന്നെ വ്യത്യാസമായിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ ലിവിങ് മാസ്റ്റർക്ക് ഇത് രണ്ടും കാണാൻ സാധിക്കുന്നു. തൻ്റെ യഥാർത്ഥത്തിലുള്ള ആ രൂപവും പൂർണ്ണതയും കാണുന്നു. അതുപോലെ തന്നെ അവിടെ നിന്നുകൊണ്ട് ഇവിടെ ഉള്ള ഈ ലോകാനുഭവങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനും ഇവിടെ വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കുന്നു. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പോൾ ഇവിടെ ഡിസ്ഹാർമണി ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം ആ പ്യൂരിറ്റി അവതരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. അഹം എന്ന് പറയുമ്പോൾ ലിവിങ് മാസ്റ്റർ എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അന്നത്തെ ലിവിങ് മാസ്റ്റർ ആയിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പോൾ ലിവിങ് മാസ്റ്റർ ഡിസെൻഡ് ചെയ്തിട്ട് ഈ തലത്തിൽ വേണ്ട മാറ്റങ്ങൾ ഹാർമണി കൊണ്ടുവരാനായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ആ ഡിവൈൻ അബോർഡുമായിട്ട് ഓസ്മോസിസിലുള്ള ഒരു ചേഞ്ചസ് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ അതിന് പറ്റുന്ന വ്യക്തിത്വങ്ങളെ ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെ ക്രമേണ മനുഷ്യൻ്റെ ബോധതലം ഉയരുന്നു. നമ്മൾ ഒരിക്കൽ ഡിസ്കസ് ചെയ്തു, ഒരു മാസ്റ്റർ ഭൂമിയിലുള്ളപ്പോൾ ഇവിടെയുള്ള സയൻറ്റിഫിക് നോളജും കറസ്പോണ്ടിങ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. കാരണം അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ ഇവിടെ എല്ലാ സൗകര്യങ്ങളും വേണം. അതിനു വേണ്ടിയിട്ടാണ് നൽകുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒറിജിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ മാസ്റ്റർ ആയിരിക്കും. ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ കാലം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ സയൻറ്റിഫിക് റെവല്യൂഷൻസ് ഉണ്ടായത് സഹജമാർഗത്തിലെ മാസ്റ്ററായ ലാലാജി മഹാരാജിൻ്റെ ഭൂമിയിലുള്ള പ്രസൻസ് കാരണം, ഇപ്പോൾ ദാജിയുടെ പ്രസൻസ് കാരണം ഉണ്ടാകുന്ന സ്പിരിച്വൽ മെറ്റീരിയൽ മാറ്റങ്ങൾ, അത് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ, ഈ ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് നൽകപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യർ അഹംഭവിക്കരുത്.
ഞാനാണ് ചെയ്തതെന്ന് അഹംഭവിക്കരുത്. അദ്ദേഹം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, അതാണ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത്. ഈ നോളജിനെ അദ്ദേഹം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റി പറയുന്നുണ്ട്, ഭഗവാൻ ഡിസെൻഡ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ബ്രൈറ്റർ വേൾഡിൽ നിന്ന് കുറേ ആൾക്കാർ ഇറങ്ങി വന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ വംശമായിട്ട് ഇവിടെ കാണുന്നത്. പക്ഷെ അവർക്ക് തന്നെ കറപ്ഷൻ വന്നു. അപ്പോൾ ഒരിക്കലും ഈഗോ ഇടപെടാത്തത് ഭഗവാൻ മാത്രം. അപ്പോൾ മാസ്റ്റർക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ മാസ്റ്ററുടെ അസോസിയേറ്റ്സ് ഇവിടെ ഉണ്ട്, മാസ്റ്റർ കൂടെ മുൻപേ പ്രവർത്തിച്ച ആൾക്കാരുണ്ട്, മുൻജന്മങ്ങൾ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്. ഈ നോളജ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അദ്ദേഹം കാണിച്ചു തരുന്നു. എന്നിട്ട് ആ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ഉയർന്ന് ഒന്നിച്ചിട്ട് ആ അനുഭവത്തിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഡിവൈൻ ലെവലിൽ എങ്ങനെയാണ് ഈ ലോകത്തെ കാണുന്നുണ്ട്, അങ്ങനെ കാണുമ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പോഴാണ് ഈ മാനിഫെസ്റ്റിംഗ് ലവ് എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. ആ മെഡിറ്റേഷനിൽ നമ്മൾ പ്രത്യേകിച്ച് ഹാർട്ട്ഫുൾ സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റം ധ്യാനത്തിലിരുന്ന് സമാധി അവസ്ഥ അനുഭവിച്ച് നമ്മൾ പുറത്തേക്ക് വരും. സമാധി അവസ്ഥ അനുഭവിക്കുമ്പോൾ നമ്മൾ ആ ഡിവൈൻ മാസ്റ്റേഴ്സിൻ്റെ കൂടെ തന്നെയാണ്, നമ്മുടെ മാസ്റ്ററിൻ്റെ യഥാർത്ഥ കിങ്ഡമിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അവിടെ ഇരിക്കുക. കണ്ണ് തുറന്നു നോക്കുമ്പോൾ അദ്ദേഹം ലോകത്തെ കാണുന്ന പോലെ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ചിന്തയാവട്ടെ. ആദ്യം നമ്മളത് ഇന്നലെ ഡിസ്കസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്നേഹഭരിതമായിട്ടുള്ള ചിന്തകൾ മാത്രം നിറഞ്ഞുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരിക്കുക. അതിനുശേഷമാണ് ആ ചിന്തകളെ ഈ ലോകത്തിലേക്ക് നമ്മുടെ എനർജിയിലൂടെ, ഇന്ദ്രിയങ്ങളിലൂടെ, ശരീരത്തിലൂടെ എല്ലാം നമ്മൾ പ്രകടമാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചിന്തയെക്കുറിച്ച് ഒന്നുകൂടി ഇൻട്രോസ്പെക്റ്റ് ചെയ്യൂ. നമുക്കെല്ലാവർക്കും അദ്ദേഹം ഈ ലോകത്തെ കാണുന്ന പോലെ കാണാൻ നമുക്ക് ശ്രമിക്കാം. അതിന് അദ്ദേഹത്തിൻ്റെ സഹായം നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ട്, ഒരു സംശയവുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.